കൊച്ചിയിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച അതിഥി തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുകയാണ്. ബന്ധുക്കൾ ഇന്ന് നാട്ടിലെത്തുന്നുണ്ട്. ഒപ്പം ക്രിസ്മസ് പുതുവത്സര ബമ്പർ 20 കോടി അടിച്ച ഭാഗ്യവാനെ തേടുകയാണ് കേരളം. വിവരങ്ങളുമായി റാഫി കരീമാണ് ചേരുന്നത്. റാഫി, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലും വാർത്തകൾ ഒരുപാട് ഇന്ന് വരാനുണ്ട്. എങ്ങനെയാണ് ഈ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് ഇന്നലെ തൃക്കാക്കര പോലീസിന്റെ കസ്റ്റഡിയിൽ മരിച്ച ദിണ്ടിഗൽ സ്വദേശി ബാബുരാജിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകും എന്നുള്ളതാണ്. ബാബുരാജിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇതൊരു കസ്റ്റഡി മരണമാണോ, ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് മർദ്ദനം ബാബുരാജ് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ, ബാബുരാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കാരണം എന്താണ്, ഇത്തരം വിവരങ്ങൾക്ക് വ്യക്തത വരിക. കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര പോലീസ് ബാബുരാജിനെ ചെമ്പുമുക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. നാട്ടുകാർ പിടിച്ചു വച്ചതിനെ തുടർന്ന് ബാബുരാജിനെ പോലീസിൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമാണ് ബാബുരാജിനെ പോലീസ് സ്റ്റേഷനിലെ സെല്ലിലേക്ക് മാറ്റിയത്. തുടർന്ന് പുലർച്ചയോടുകൂടി ബാബുരാജിന് ശരീരത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പിന്നീട് അപസ്മാരം പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും ബാബുരാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാബുരാജിന്റെ ബന്ധുക്കൾ ഇന്ന് നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അത് തന്നെയാണ് കൊച്ചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഒരു തരത്തിലുള്ള മർദ്ദനമോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാഗ്യവാനെ തിരയുകയാണ്. 20 കോടി രൂപയുടെ ആ ഭാഗ്യ ബമ്പർ വിജയി ആര് എന്നുള്ള അന്വേഷണത്തിലാണ് മധ്യകേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്. കാരണം കോട്ടയം ജില്ലയിൽ വിറ്റ ടിക്കറ്റിന് സമ്മാനം ലഭിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ ഫലത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് മധ്യകേരളത്തിലുള്ള ആരെങ്കിലുമാണോ എന്നുള്ളൊരു പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. ഇതുവരെയും ലോട്ടറി ഏജന്റിനെയോ ഏജൻസിയെയോ ഒരു തരത്തിലും ഈ ഭാഗ്യവാൻ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ താനാണ് ഭാഗ്യവാൻ എന്ന രീതിയിൽ ഒരു വെളിപ്പെടുത്തലും ഭാഗ്യവാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ ദിവസങ്ങളിൽ അതുണ്ടാകും. ഇന്ന് തന്നെ അത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇന്ന് ബാങ്ക് അവധിയാണ്. നാളെ ബാങ്ക് ഉണ്ടായാൽ നാളെ സമരം അല്ലെങ്കിൽ മറ്റന്നാൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാനും കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.